മലപ്പുറത്തെ താനൂരിലെ വീട്ടിൽ നിന്ന് തോളിൽ ഒരു സ്കൂൾ ബാഗുമായി ആരും അറിയാതെ ഇറങ്ങിപ്പോയ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു നാട് ഉറക്കമില്ലാതെ കാത്തിരുന്നു. ഒടുവിൽ ഞങ്ങൾ സേഫ് ആണെന്ന് ആ കുട്ടികൾ തന്നെ പറയുന്നത് കേട്ട ശേഷമാണ് നമുക്ക് ആശ്വാസം വീണത്. അതുവരെ തീ തിന്ന കുടുംബവും കുട്ടികളെ കണ്ടെത്തുന്നതിനായി അഹോരാത്രം പരിശ്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും നാട്ടുകാരുമെല്ലാം ഭീതിയോടെയായിരുന്നു ആ മണിക്കൂറുകളെ അതിജീവിച്ചത്. പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളാണ് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി അപരിചിതമായ ഒരു ഭാഷയും സംസ്കാരവുമുള്ള 1000-ലേറെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ദേശത്തേക്ക് ഒന്നും ചിന്തിക്കാതെ അപകടങ്ങൾ പതിയിരിക്കുന്ന വഴികളിലൂടെ പുറപ്പെട്ടു പോകുന്നത്. കുട്ടികൾ ആരും അറിയാതെ വീട് വിട്ടിറങ്ങുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. ഓരോ കുട്ടിക്കും ഏറ്റവും സുരക്ഷിതമാകേണ്ട ഇടം വീടകങ്ങളാണ്. എന്നിട്ടും രക്ഷിതാക്കളുടെയും കുടുംബത്തിന്റെയും അതിരുകളെ ഭേദിച്ച് കുട്ടികൾ കുതറിയോടുന്നതിന് കാരണമെന്താണ്? കുട്ടികളെ കാണാനില്ലെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഈ നാടിന്റെ നെഞ്ചടിക്കാൻ തുടങ്ങും. സ്വയം തീരുമാനിച്ചുറപ്പിച്ച് കൂട്ടം തെറ്റിപ്പോകുന്ന കുട്ടികളെ പിടിച്ചു നിർത്താനാകാതെ പകച്ചു നിൽക്കുന്ന രക്ഷിതാക്കളെ കാണാം. ചെറിയ പ്രതിസന്ധികൾ പോലും തരണം ചെയ്യാൻ കഴിയാതെ, സഹനശേഷിയില്ലാതെ, ക്ഷമയില്ലാതെ, ഉത്കണ്ഠയിലുഴറി സമൂഹ മാധ്യമങ്ങളുടെ ദുസ്വാധീനത്തിൽപ്പെട്ട് കൈവിട്ടു പോവുകയാണോ നമ്മുടെ കുട്ടികൾ? അതോ ഒപ്പമിരുത്തി പരാതികൾ കേൾക്കാൻ ആളില്ലാതെ, തിരുത്താൻ സംവിധാനങ്ങളില്ലാതെ, ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ഉള്ളിലടക്കി പിടിച്ച് സ്വയം പഴിച്ച് കുതറിയോടേണ്ടി വരികയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? ന്യൂസ് ബസ് ചോദിക്കുന്നു, കുട്ടി മനസ്സറിയാൻ ആരുമില്ലേ? എങ്ങോട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പുറപ്പെട്ടു പോക്ക്? കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. അവര് നമ്മളിവിടെ തീ തീറ്റിച്ചും കൊണ്ട് നമ്മളെല്ലാവരും തെരിപ്പിച്ചും കൊണ്ട് അവർ അപ്പീലാണ് അവർ നടക്കുന്നത്. ഞങ്ങൾ സേഫാണ്. മലപ്പുറത്ത് കുട്ടികളെ കാണാതായ സംഭവത്തിൽ നടന്നത് എന്തൊക്കെയാണ്? കുട്ടികളെ കണ്ടെത്തിയത് എങ്ങനെയാണ്? എവിടെ വച്ചാണ്? സ്വന്തം വീടുകളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? സമൂഹ മാധ്യമങ്ങൾ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടത് ആരാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ റിപ്പോർട്ടേഴ്സ് വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. അഷ്കർ അലി, AP നദീറ, TV പ്രസാദ്, ശരത് SS, അഖിലശ്രീ എന്നിവർ ചേരും. വിശദാംശങ്ങൾ ഓരോന്നായി നമ്മൾ പരിശോധിക്കുകയും ചെയ്യും. ആദ്യം നമ്മൾക്ക് വിവരങ്ങളിലേക്ക് അഷ്കർ അലിയിലേക്ക് പോകണം. പക്ഷേ അതിനു മുൻപ് ആദ്യം നമുക്ക് മലപ്പുറത്ത് കുട്ടികളെ കാണാതായ സംഭവം വിശദമായി തന്നെ പരിശോധിക്കണം. സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കുട്ടികളെ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ കണ്ടെത്തിയത്. പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെയാണ് താനൂരിൽ നിന്ന് ഈ രണ്ട് കുട്ടികളെ കാണാതാകുന്നത്. താനൂരിൽ നിന്നും ഈ രണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗുമായി പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ താനൂരിൽ നിന്ന് നേരെ പോകുന്നത് തിരൂരിലേക്കാണ്. അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെ താനൂരിൽ നിന്ന് തിരൂരിലെത്തിയ കുട്ടികൾ തിരൂരിൽ നിന്നും നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ട്രെയിൻ മാർഗമാണ് ഇവർ കോഴിക്കോട്ടേക്ക് പോകുന്നത്. പിന്നീട് ഈ കോഴിക്കോട് എത്തിയ കുട്ടികൾ അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. അതായത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അവരുടെ യാത്രയെക്കുറിച്ചെല്ലാം. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാണ് ഈ കുട്ടികൾ യാത്ര തുടരുന്നത് ട്രെയിനിൽ. ഒപ്പം ഈ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം റഹീം അസ്ലം എന്ന യുവാവും ഉണ്ടായിരുന്നു. അദ്ദേഹം മഞ്ചേരിയിലെ തുണിക്കട നടത്തുന്ന തുണിക്കടയുടെ മാനേജറാണ്. ഇവർക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയം. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെയുള്ള പരിചയമാണെന്ന് അറിയുന്നു. അന്വേഷണത്തിൽ കൂടുതൽ തെളിയാനുണ്ട്. ഇദ്ദേഹത്തെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും, മൊഴിയെടുക്കും അന്വേഷണ സംഘം. എന്തായാലും ഇവരുടെ കൂടെ, ഈ രണ്ട് പെൺകുട്ടികളുടെ കൂടെ ഈ യുവാവും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ യാത്ര ചെയ്യുന്നത് നേത്രാവതി എക്സ്പ്രസിലാണ്. ഇവരുടെ യാത്ര നടക്കുന്നത്. ഇങ്ങനെ ഇവരെ കാണാതാവുന്നു. നാട്ടിൽ ഈ വിവരം അറിയുന്നുണ്ട്, വീട്ടുകാർ ഇതറിയുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ മുംബൈയിലെത്തുന്നത്. ഇവർ മുംബൈയിലേക്കാണ് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയോടെ, അതായത് വ്യാഴാഴ്ച ഉച്ചയോടെ ഇവർ മുംബൈയിലെത്തുകയായിരുന്നു. സബർബൻ ട്രെയിനിൽ CST സ്റ്റേഷനിലാണ് ഇവർ ചെന്നിറങ്ങുന്നത്. CST സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റഹീം മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട്. കുട്ടികൾ വേറൊരു വഴിക്ക് നീങ്ങുന്നുണ്ട്. കുട്ടികൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കൂ. ഒരു സലൂണിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അവർക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർ നേരെ ചെല്ലുന്നത് ഒരു സലൂണിലേക്കാണ്. പിന്നീട് സലൂണിൽ നിന്ന് അവർ മുടി വെട്ടുകയും
മുടിയിൽ ചില കട്ടും വെട്ടുമൊക്കെ കഴിഞ്ഞ് അവർ ആ കാര്യങ്ങൾ നിർവഹിച്ച ശേഷം പിന്നെ നേരെ ചെന്നൈയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു കുട്ടികൾ. അങ്ങനെ ചെന്നൈയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പിന്നീട് 9 മണിയോടെ തന്നെ അവർ സിം മാറ്റിയിടുന്നുണ്ട്. അവർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി വെച്ച് യാത്ര ചെയ്തു തുടങ്ങിയ കുട്ടികളാണ്. പിന്നീട് അവർ പുതിയ സിം മാറ്റിയിടുന്നുണ്ട് ഫോണിൽ. അതിനുശേഷം ആ ഫോണിൽ സിം മാറ്റിയിടുന്നതോടു കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതോടുകൂടി നിർണായകമായി തന്നെ കുട്ടികൾ എവിടെയുണ്ട് എന്ന വിവരം അന്വേഷണ സംഘം ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു. എഗ്മോർ എക്സ്പ്രസ്സിലാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1:48 കുട്ടികളെ ലോണുവാലയിൽ നിന്ന്, ആ സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി എന്ന വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. ഏറെ ആശ്വാസകരമായ വാർത്ത കുടുംബത്തെ അറിയിക്കുന്നു. ആ സമയത്താണ് നമുക്ക് നെടുവീർപ്പിട്ടുകൊണ്ട് ഇത്രയും പ്രതീക്ഷിച്ച മണിക്കൂറുകൾ, തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ അവസാനിക്കുന്നത്. കുട്ടികളെ കിട്ടിയെന്ന ആശ്വാസ വാർത്തയെത്തുന്നത്. ഇതാണ് മലപ്പുറത്ത് ഈ 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി മലപ്പുറത്ത് നിന്ന് കാണാതായ ഈ കുട്ടികൾ പൂനെയിൽ ഇപ്പോൾ സുരക്ഷിതരാണ്. കെയർ ഹോമിലുള്ള കുട്ടികളെ നാളെയാണ് താനൂരിലേക്ക് എത്തിക്കുക. നാളെ അവർ നാട്ടിലെത്തും. താനൂർ പോലീസ് ഇപ്പോഴും പൂനെയിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളെ മുംബൈയിൽ എത്തിച്ച എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അതേസമയം വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് കുട്ടികളുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ആ പ്രതികരണം ഒന്ന് കേൾക്കും. അല്ലേ, നമ്മളെ മക്കൾ അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ അവരെ നമ്മളിവിടെ തീറ്റിച്ചും കൊണ്ട് നമ്മളെല്ലാവരും തെറ്റിപ്പിച്ചും കൊണ്ട് അവർ അപ്പീലാണ് അവർ നടക്കുന്നത്. സാർ ഇന്നലെ ഡിവൈസ് സാർ ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞ് നമ്മളാണ് തീറ്റുന്നത്, അവരൊക്കെ നല്ല അപ്പീലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കും നമുക്കറിയില്ലായിരുന്നല്ലോ. ഇതാണ് ആ അച്ഛൻ്റെ പ്രതികരണം. ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇവരെന്തിനാണ് പോയത്, ഇപ്പോൾ അന്വേഷണം എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് തന്നെ ചോദിക്കാം. AP നദീറ ചേരുന്നുണ്ട്, അഷ്കർ അലിയും ചേരുന്നുണ്ട്. ആദ്യം നദീറയിലേക്കാണ് പോകുന്നത്. നദീറ, ഈ കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണെന്ന വാർത്ത നമ്മൾ കേട്ടപ്പോഴാണ് നമുക്ക് വലിയ ആശ്വാസമായത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിൽ, ഇവർ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തത്? മറ്റൊരു സംസ്ഥാനത്തെത്തുന്നു, പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് അവർ എത്തി, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് വിവരിക്കാമോ? റോഷ്നി, ഇതാ കണ്ടില്ലേ, ഈ മതിലിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ അവരുണ്ട്, സുരക്ഷിതരായി ഇരിക്കുകയാണ്. അതായത് ശിശുക്ഷേമ സമിതിയുടെ കസ്റ്റഡിയിലാണ് അവരുള്ളത്. അവരവിടെയുണ്ട്. ഞാൻ താനൂരിൽ നിന്ന് വന്ന പോലീസ് സംഘം അവരെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വളരെ അടുത്തായി തന്നെ അവർ ഉണ്ട്. 2 പേരും വളരെ സന്തോഷവതികളായിട്ടാണുള്ളത്. നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷമുണ്ട് അവർക്ക്, പാരൻസിനെ കാണാനുള്ള സന്തോഷമുണ്ട്. അവർ വളരെ ചിരിച്ചുല്ലസിച്ചു തന്നെയാണ് അകത്തിയിരിക്കുന്നതായി ഞാൻ പോയി കണ്ടിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. എന്തായാലും വലിയൊരു സാഹസമാണ് അവർ കാട്ടിയതെന്നാണ് മലപ്പുറം പോലീസ് പറയുന്നത്. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും തന്നെ ഇവർക്കുണ്ടായിരുന്നില്ല. ഇവരെ കൊണ്ടുവന്ന ആൾക്ക്, അതായത് കൂടെ യാത്ര ചെയ്തെന്ന് പറയുന്ന ആൾക്കും റഹീം അസ്ലമിനും അത്തരം ഒരു ദുരുദ്ദേശം ഇല്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിരിക്കുന്നത്. എന്തായാലും വീട് വിട്ട് ഇത്രയും ദൂരം, ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം അവർ സഞ്ചരിക്കുന്നത്. ഇത്രയും പണം അവർ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇത്രയും ദൂരം സഞ്ചരിച്ച് മഹാരാഷ്ട്രയിലെ മുംബൈ പോലൊരു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് വലിയൊരു നഗരമാണ്, അവിടെയാണ് എത്തിച്ചേരുന്നത്. അവിടെയും അവർക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അവരാദ്യം അവരുടെ രൂപം മാറ്റാനാണ് ശ്രമിച്ചത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിന് സമാനമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണ ശൈലിയിലേക്ക് അവർ മാറി. അതും ഒരു തരത്തിൽ പിടിക്കപ്പെടാനുള്ള ഇരിക്കാതിനുള്ള അടവായിരുന്നു. അതിനുശേഷം അവർ അവരുടെ രൂപം, അതായത് വേഗം കാണുന്ന ബാഹ്യരൂപങ്ങൾ, കൃത്യമായി മുടിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല എന്ന ഒരു തിരിച്ചറിവിലാണ് അവർ സലൂണിൽ കയറി മുടി വെട്ടുന്നത്. അത് അവർക്ക് വിനയാകുകയായിരുന്നു. ഒരു മലയാളിയായ ആളുടെ സലൂണിൽ കയറി മുടി വെട്ടി അത് അവിടെ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്തു. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തയായി വരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഇവരെ പിടികൂടുന്നതിനുള്ള കാര്യങ്ങൾ സത്യത്തിൽ എളുപ്പമാകുകയായിരുന്നു അവരുടെ ആ പ്രവൃത്തി കാരണം. അതിനുശേഷം അവരൊരു മൊബൈൽ ഫോൺ വാങ്ങുകയും അതിൽ പുതിയ സിം ഇടുകയും ചെയ്തു. അതോടുകൂടി അവരോടൊപ്പം യാത്ര ചെയ്തെന്ന് പറയപ്പെടുന്ന യുവാവുമായി പോലീസ് ബന്ധപ്പെടുകയും ഇവരുടെ ലൊക്കേഷൻ കറക്റ്റായി കണ്ടുപിടിക്കുന്നതിന് സാധിക്കുകയും ഇന്നലെ രാത്രി ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ലോണാവാല പോലീസ് സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഇവരെ പോലീസിനെ കണ്ടുകിട്ടാനാവുകയും പിന്നീട് പൂനെ RPFന് കൈമാറുകയും ചെയ്തു. രാവിലെ വരെ ഇവർ പൂനെ RPFൻ്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് CWC ഇവരെ ഏറ്റെടുത്തുകൊണ്ട് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയത്. രാവിലെ മുതൽ തന്നെ സുരക്ഷിതരായി എന്ന വാർത്ത എത്തിയപ്പോഴാണ് ആശ്വാസമായത്. അഷ്കർ അലി കൂടി ചേരുന്നുണ്ട്. അഷ്കർ, എന്താണ് ഇവരുടെ ഈ യാത്രയുടെ പിന്നിൽ എന്നുള്ള കാര്യം അറിയേണ്ടത് തന്നെയാണ്. കാരണം
വീട്ടിലാണ് കുട്ടികൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ വീട് വിട്ട് അവർ ഇറങ്ങുകയാണ്. അത് ആരോടും പറയാതെ രണ്ടുപേർ തീരുമാനിച്ചങ്ങ് ഇറങ്ങുകയാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് എല്ലാവരും ചോദിച്ചു പോകുന്ന സംഭവം തന്നെയാണ്. 2 പെൺകുട്ടികൾ, അതും മൈനറായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുടുംബം പറയുന്നത് എന്താണ്? ഈ അന്വേഷണ സംഘം അവർക്ക് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ്? റോഷ്നി, കുട്ടികളെ വിശദമായി കൗൺസിലിംഗ് ചെയ്താൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് ഇവർ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന കാര്യം. പ്രത്യേകിച്ച് തങ്ങളൊരു യാത്ര പോയതാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ഈ വിദ്യാർത്ഥിനികൾ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വാസത്തിലെടുത്തുമില്ല. 42 മണിക്കൂറിലധികം നീണ്ടു നിന്ന ഒരു 2 ദിവസത്തോളം നീണ്ടു നിന്ന ഉദ്യോഗജനകമായ നിമിഷങ്ങളുടെ അവസാനമായിരുന്നില്ലെങ്കിൽ പരിസമാപ്തിയായിരുന്നു ഇന്നലെ രാത്രി 1:47 ഇവരെ കിട്ടുമ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ്. മിനിഞ്ഞാന്നിന്നത് ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഈ 2 പെൺകുട്ടികളും മലപ്പുറം താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളും പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്നു. പക്ഷേ അതിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. 2 മണിയായിട്ടും പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ അവിടുത്തെ അധ്യാപികയാണ് ആദ്യഘട്ടത്തിൽ രക്ഷിതാക്കളെ വിളിച്ച് നിങ്ങൾ ഇവിടുത്തെ മകൾ പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വീട്ടുകാരെ അറിയിക്കുന്നു. അപ്പോഴാണ് ഈ കുട്ടികൾ മിസ്സിംഗ് ആണ് എന്ന കാര്യം വീട്ടുകാർ പോലും തിരിച്ചറിയുന്നത്. അങ്ങനെ വൈകുന്നേരം 5 മണിയോടെ അതുവരെ പ്രാഥമികമായി ബന്ധുവീടുകളും സുഹൃത്തുക്കളുടെ വീടുകളും ഒക്കെ തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ 2 പെൺകുട്ടികളും കാണാനില്ല എന്നുള്ള രീതിയിൽ 2 കുടുംബങ്ങളും സ്ഥിരീകരിക്കുന്നു. 5 മണിയോടെ താനൂർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ CIക്ക് മുമ്പാകെ ഇത്തരത്തിൽ പരാതി നൽകുന്നു. തങ്ങളുടെ മക്കളെ കാണാനില്ല എന്നുള്ള പരാതി നൽകുന്നു. ആ സമയം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രാദേശികമായി തന്നെയൊക്കെ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസമാണ്, അതിൻ്റെ ഏകദേശം 10-15 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് വലിയൊരു ആശങ്കയിലേക്ക് പടരുന്നത്. കാരണം ആ സമയമായിട്ട് പോലും 2 പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, അവരെക്കുറിച്ച് ഒരു സൂചനകൾ പോലും ലഭിക്കാത്ത സാഹചര്യം എത്തിയതോടെ പോലീസും അന്വേഷണം ഊർജിതമായി ചില നിർണായക തെളിവുകൾ ലഭിക്കുന്നതും ആ ഘട്ടത്തിലാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കുട്ടികൾ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുത്തിയ കാര്യം യൂണിഫോം ഡ്രസ്സിലായിരുന്നു അത്രയും നേരം പെൺകുട്ടികളെ എല്ലാ നാട്ടുകാരും തെരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ CCTV ദൃശ്യം വരുമ്പോൾ ഈ 2 പെൺകുട്ടികളും ധരിച്ചിരുന്നത് അവരുടെ സ്കൂളിലെ യൂണിഫോം ആയിരുന്നില്ല. മറിച്ച് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഡ്രസ്സുകൾ മാറി സാധാരണ വസ്ത്ര രീതിയിലേക്ക് മാറുകയും പിന്നീട് അതിലൊരു പെൺകുട്ടി മാസ്ക് അടക്കം ധരിച്ചുകൊണ്ടാണ് അവർ യാത്ര തുടരുന്നത്. നമ്മൾ AP നദീറയിലേക്ക് ഒന്ന് ചേരുകയാണ്. നദീറ, ഇപ്പോൾ കുട്ടികളെ ഇറക്കുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പറയൂ. തീർച്ചയായും രോഷ്നി, പെൺകുട്ടികളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയിരിക്കുന്നു. അവരെ കേരള പോലീസിൻ്റെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. CWC ആസ്ഥാനത്തായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ പെൺകുട്ടികളെ 2 പേരെയും പോലീസ് സംഘം, 4-അംഗ പോലീസ് സംഘം താനൂരിൽ നിന്ന് വന്നിരുന്നു. അവരാണിപ്പോൾ അവർക്ക് കൈമാറിയിരിക്കുന്നു. പെൺകുട്ടികളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരോടൊപ്പം ഒരു വനിതാ പോലീസും മറ്റ് 3 പോലീസുകാരുമുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തം ഇനി അവരെ സുരക്ഷിതമായി മലപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. ഇപ്പോൾ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം കൗൺസിലിംഗ് മറ്റും കൊടുത്തിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. ബൈ ട്രെയിനാണ്. അവർ വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇറങ്ങി വന്നാൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അവർ കൗൺസിലിംഗ് കൊടുത്ത് വിശദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലേ പറ്റുള്ളൂ. അതിപ്പം അവർ ജസ്റ്റ് പരിചയപ്പെട്ട സുഹൃത്താണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഇനി അവിടെ പോയിട്ടൊന്ന് അവിടെ തിരിച്ച് ആളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ബാക്കി അന്വേഷണം നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. അത് അവിടെ എത്തിയതിനു ശേഷം ബാക്കി വിശദമായിട്ട് പറഞ്ഞുതരാം. ശരി രോഷ്നി, പോലീസ് സംഘം മടങ്ങുകയാണ് കുട്ടികളുമായി. കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഹാപ്പിയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഇവരോടൊപ്പം സഞ്ചരിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ അറിയുകയുള്ളൂ. ഇപ്പോൾ വരേക്കും കുട്ടികൾ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഒരു സാഹസിക യാത്ര നടത്തി വന്നതാണെന്ന കാര്യമാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരൊക്കെ തന്നെ ഇവർക്ക് സഹായത്തിനുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലാണ് ഇവർ പുറപ്പെടുക. 5:30 മണിക്കാണ് ഇവർക്ക് കേരളത്തിലേക്കുള്ള ട്രെയിൻ. നാളെയാണ് ട്രെയിൻ കേരളത്തിൽ എത്തിച്ചേരുക. ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. CWC ആസ്ഥാനത്ത് നിന്ന് വാഹനം പുറത്തേക്ക് പോയി കഴിഞ്ഞു. പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അല്പം മുമ്പായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചത്. രോഷ്നി. ശരി, AP നദീറയാണ് തത്സമയം വിവരങ്ങൾ കൈമാറിയത്. ഇപ്പോൾ 2 പെൺകുട്ടികളെ
കേരളത്തിൽ നിന്ന് പോയ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ഇനി അവർ നേരെ നാട്ടിലേക്കാണ്, ട്രെയിൻ മാർഗമാണ് അവർ നാട്ടിലെത്തുക. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു വാക്കാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്ത് അവർ പോയതാണ്, മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ചർച്ച. അതോ കുട്ടികൾ സംരക്ഷണം വിട്ട് കൈ വിട്ട് പോവുകയാണോ എന്നുള്ളതും ചില ചർച്ചകളായി ഉയർന്നു വരുന്നു, ചില ചോദ്യങ്ങളായി സമൂഹത്തിൽ നിന്ന് തന്നെ അത്തരം ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ആ വിഷയം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനോഭാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം. നമ്മുടെ റിപ്പോർട്ടേഴ്സ്, നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നായി തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു അതിഥിയിലേക്ക് കൂടി പോകണം. മുൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായിട്ടുള്ള സുരേഷ് റിച്ചാർഡ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നമസ്കാരം സർ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമസ്കാരം. ഇപ്പോൾ ഒരു സർക്കാർ പദ്ധതി അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു സർക്കാർ പദ്ധതിയുടെ കൂടി ട്രെയിനറാണ് താങ്കൾ. അപ്പോൾ താങ്കൾക്ക് ഇതിൽ കൂടുതലായി കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, താങ്കൾ കേട്ടിട്ടുണ്ടാവും, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ കുട്ടികൾ പോവാനുള്ള കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്ത് ഒരു വിനോദത്തിന് അവരൊരു യാത്ര നടത്തി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിൽക്കുന്നത്. നമുക്കറിയേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ചുറ്റുള്ള ആരോടും പറയാതെ, പ്രത്യേകിച്ച് വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ അവരെയൊക്കെ ആശങ്കയിലാക്കിയ മണിക്കൂറുകളാണ്. ഇത്രയും ഒരു നാട്ടുകാരും ഒരു അന്വേഷണ സംഘവും ഒക്കെ ഈ 2 പെൺകുട്ടികൾക്ക് വേണ്ടി പിറകെ ഓടേണ്ടി വരികയാണ് മണിക്കൂറുകളോളം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതെ, ഒരു കുട്ടികളുടെ പരിശീലകൻ എന്ന നിലയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. കുട്ടികൾ ഇങ്ങനെ തെറ്റായ വഴികളോ തീരുമാനങ്ങളോ തിരഞ്ഞെടുത്താൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന്. കുട്ടികൾക്കല്ല യഥാർത്ഥത്തിൽ പറ്റിയിട്ടുള്ളത്, കുട്ടികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് വന്ന മാറ്റമാണ്. ഈ മാറ്റമാണ് കുട്ടികളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, അതീവ സങ്കീർണമായൊരു കാലഘട്ടത്തിലൂടെയാണ്, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ, അതിലൂടെയുള്ള കുട്ടികളുടെ ആ സോഷ്യൽ കോണ്ടാക്റ്റ്, അതിലുപരി മയക്കുമരുന്നിൻ്റെ വ്യാപനം, ഇതെല്ലാം കുട്ടികളുടെ ചിന്താധാരയെ ബാധിക്കുന്നുണ്ട്, അവരുടെ പെർസെപ്ഷൻസിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, കുട്ടികൾക്ക് ഒരു 12 വയസ്സാകുമ്പോഴേ അവരുടെ ഇമോഷണൽ ബ്രെയിൻ വികസിക്കും. എന്നാൽ ഈ ഇമോഷണൽ ബ്രെയിനെ നിയന്ത്രിക്കുന്ന കോഗ്നിറ്റീവ് ബ്രെയിൻ, പ്രീ ഫ്രോണ്ടൽ ഉൾപ്പെടുന്ന കോഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ആകാൻ 22-23 വയസ്സ് വരും. ഇതിനകം ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിനെ, അതായത് പ്രീ ഫ്രോണ്ടൽ ലോബ് മുൻകൂട്ടി തീരുമാനമെടുക്കുവാനും ഉറച്ച അതുപോലെ തന്നെ ഡിസിഷനും പ്രോബ്ലം സോൾവ് ചെയ്യുവാനും അതുപോലെ സ്വയം നിയന്ത്രിക്കുവാനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അതിനെ വളരെ രീതിയിൽ മാറ്റുവാൻ ഈ സാഹചര്യങ്ങൾ കഴിയും. അപ്പോൾ ഒരു കുട്ടിയുടെ തന്നെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും അതുപോലെ പെരുമാറ്റവും, ടെമ്പറമെൻറ്റ് ആൻഡ് സിറ്റുവേഷൻസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ സിറ്റുവേഷൻസിന്, എൻവയോൺമെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ന്യൂറോ കണക്ഷനിൽ തന്നെ മാറ്റം വരുത്താം. അപ്പം ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് കാലവും ചിന്തകളും അതുപോലെ സാമൂഹിക, ധാർമ്മിക, സദാചാര മൂല്യങ്ങളുമൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഇടിവ് തട്ടാൻ സാധ്യതയുണ്ട്. ഈ ദ്രുതഗതിയിലുള്ള മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ജീവിത മൂല്യങ്ങൾക്കുണ്ടാകുന്ന ശോഷണം, അത് തകരാറിലാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, സമൂഹം ശ്രദ്ധിക്കണം. അതിൽ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് തന്നെ ഇപ്പോൾ കേരളത്തിൽ സമീപകാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തകളിലും ഇത്തരത്തിൽ പ്രതികരണം നടത്തേണ്ടി വരിക തന്നെയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഈ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ഇതിൽ ഇൻസ്റ്റഗ്രാം വഴി അവർ പരിചയപ്പെട്ട ഒരാളെ കൂടി ആ യാത്രയിൽ അവർ കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊന്നും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടോ ഒന്നുമില്ല. അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ നടക്കുകയാണ്. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്ന കുട്ടികൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അവരുടെ കയ്യിൽ ഫോണുണ്ട്, മറ്റ് ഗാഡ്ജറ്റുകളുണ്ട്. അവർ സമൂഹ മാധ്യമത്തിലാണ് സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മനഃശാസ്ത്രപരമായൊക്കെ പറയുന്ന ശാസ്ത്രീയമായ ചില കാര്യങ്ങളിൽ കുട്ടികൾക്ക് ക്ഷമയില്ലാതാവുന്നു, സഹനമില്ലാതാവുന്നു, അത്തരം ശേഷികൾ ഇല്ലാതാവുന്നുണ്ടോ ഈ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് വഴി? അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ? തീർച്ചയായും
തീർച്ചയായും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം കൗൺസിലിങ്ങിലൂടെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രീ ഫ്രോണ്ടൽ ലോബ് മുൻകൂട്ടി തീരുമാനമെടുക്കുവാനും അതുപോലെ പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകൾ നശിപ്പിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലൊരു സുഖാന്വേഷണമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഞാൻ കേട്ടു, എൻ്റർടൈൻമെൻറ്റിനാണ് കുട്ടികൾ പോയത്. പക്ഷെ മനുഷ്യൻ സുഖാന്വേഷിയാണല്ലോ. അതായത് ഇതിൻ്റെ പിന്നിലൊരു മസ്തിഷ്ക ആസ്വാദന ഘടകമുണ്ട്. അതായത് കുട്ടികൾക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകരും നമ്മൾ മുതിർന്നവരുമൊക്കെ ഈ മസ്തിഷ്ക ആസ്വാദനത്തിനുള്ള പോസിറ്റീവ് ഘടകങ്ങൾ നൽകണം. അതായത് തലച്ചോറിൽ സന്തോഷം തരുന്ന ഡോപ്പമിൻ, അതിൻ്റെ സെല്ലിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഡോപ്പമിൻ തരുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള കായിക മത്സരങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടുക. അപ്പോൾ ആ ലഹരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് അവർ പോകില്ല. അതാണ് പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മധിച്ചൻ്റെ വാക്കിൽ പറഞ്ഞാൽ, കുട്ടികൾക്ക് നമുക്ക് വളരെ നല്ലത് കൊടുക്കാൻ കഴിയണം. കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ എടുക്കാൻ പാടില്ലാത്തത് എടുത്തിരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകേണ്ടടുത്ത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ കുട്ടികൾ പോകാൻ പാടില്ലാത്തവരുടെ കൂടെ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയെന്നിരിക്കും. ഇതാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മാറി വന്ന സാഹചര്യങ്ങളിൽ കുട്ടികളിൽ ആ പെർസെപ്ഷൻസ്, ആ ചിന്തകൾ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതാണ് കുട്ടികളെ മാത്രമല്ല, അതായത് കുട്ടികളുടെ മാത്രം കുട്ടികൾക്ക് എന്താ പറയുക, നിരുപാധികമായ പിന്തുണയും സ്നേഹവും കരുതലും, അതോടൊപ്പം തന്നെ കുട്ടികളെയും കുട്ടികളുടെ ചുറ്റുപാടുകളെയും മനസ്സിലാക്കാനും നമ്മൾ സാധിക്കണം. അല്ലേ, 24 മണിക്കൂറുള്ളതിൽ 1 മണിക്കൂറെങ്കിലും കുട്ടികളോടൊപ്പം മൊബൈൽ ഫോണും മറ്റുമൊക്കെ മാറ്റിവെച്ചിട്ട് രക്ഷിതാക്കൾ കൂടെ ഇരിക്കണം. ഒരു നേരം തീർച്ചയായും ഏറ്റവും പ്രസക്തമായ കാര്യം തന്നെയാണ് ശ്രീ സുരേഷ് റിച്ചാർഡ് താങ്കൾ പറഞ്ഞത്. ഈ മൊബൈൽ ഫോൺ മാറ്റിവെക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല, കുട്ടികൾക്കൊപ്പം ഇരിക്കേണ്ട രക്ഷിതാക്കളായാലും കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ചേർന്ന് നിൽക്കേണ്ട അധ്യാപകരായാലും ആരായാലും കുട്ടികൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള മുഖ്യമന്ത്രി പോലും എടുത്തു പറഞ്ഞൊരു കാര്യം, കുട്ടികളെ കേൾക്കാൻ ആൾ വേണം. അപ്പോൾ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മാത്രം പഴിക്കരുത് എന്നാണ് സുരേഷ് റിച്ചാർഡ് നമ്മളോട് പറഞ്ഞത്. ഈ സമയം നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു താങ്കൾ, നന്ദി. അപ്പോൾ നമുക്ക് ഇനി ഒരു അതിഥി കൂടിയുണ്ട്. ഏദൽ സാറയാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അവർ കൂടി വിവരിക്കും. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടേഴ്സ് തുടരുന്നുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ മലപ്പുറത്തെ സംഭവത്തിൽ തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നമ്മുടെ പ്രതിനിധികളും വിവരിക്കും. ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന വീടുകളിൽ നിന്ന് പോലും കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്, ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്നതും, ഇങ്ങനെ അന്വേഷണ സംഘങ്ങളെയും നാടിനെ മുഴുവനെയും മാതാപിതാക്കളെയും ഒക്കെ മുൾമുനയിൽ നിർത്തുന്നതും എന്തുകൊണ്ടായിരിക്കുമെന്നാണ് നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മലപ്പുറത്ത് നിന്ന് കുട്ടികളെ കാണാതായി ഒടുക്കം കണ്ടെത്തി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ സമൂഹ മാധ്യമങ്ങൾ ചതിക്കുഴികൾ ഒരുക്കുന്നുണ്ടോ, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ കുട്ടികൾ എത്തിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ്, അവർ ചിന്തിക്കുന്നത് എന്താണ്, തലമുറകൾക്കനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പൊതുജനം പ്രതികരിച്ചു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. മൊബൈൽ തന്നെ ഒരു ലഹരിയാണ്. അപ്പം മാതാപിതാക്കൾ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പല ഫിലിമുകളും ചാനലുകളും കുട്ടികൾ പല രീതിയിൽ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് ബാധിക്കുന്നുണ്ട്. മൊബൈൽ മാത്രം മതി അവർക്ക്. ഒരു പഴയ പോലെ ഒരു കൂട്ടുകാരോ ഒരു സൗഹൃദ ബന്ധുക്കളോ ഒന്നും വേണ്ട അവർക്ക്. പഴയ ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് അറിവുകളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. അധികം ആൾക്കാരും മീഡിയ വഴിയിലാണ് ഇപ്പോൾ അധികം ആൾക്കാരും ഇങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് സ്വഭാവത്തിൽ മാറ്റം വന്നത്. മുമ്പത്തെ ആൾക്കാർ പറയുന്നതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ ആരും അനുസരിക്കുന്നില്ലല്ലോ. ഓൺലൈൻ മൊബൈൽ മതി, മറ്റേ ഫാമിലി ആളെ വേണമെന്നില്ല. ഫാമിലി ആൾക്കാരുണ്ടാതെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഏകദേശം ടൈമിൽ ഫോണിൽ തന്നെ, സോഷ്യൽ മീഡിയയിൽ ഫോണിൽ തന്നെ കളിക്കുന്നത്. പഠിക്കേണ്ട വിദ്യാഭ്യാസ രീതിയിൽ ചിന്തിക്കുന്നില്ല. പുതിയ തലമുറ അങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പഴയ രീതിയിലുള്ള രീതിയൊന്നും അല്ല, സിസ്റ്റം എല്ലാം മാറി, ജനറേഷൻ മാറി. മൊബൈലിലാണ് എല്ലാം അഡിക്റ്റിംഗ് ആണ്. മൊബൈലും മറ്റേ വാട്സപ്പിലും നോക്കുമ്പോഴും പിള്ളേർ കുറച്ചധികം അടിമയായതുകൊണ്ട് കുറച്ചെല്ലാം വഴിതെറ്റാൻ ഇടയുണ്ട്. കുറച്ചെല്ലാം ബോധവൽക്കരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മൊബൈൽ തുടങ്ങിയ പിന്നെ അതിൽ തന്നെ ശ്രദ്ധ, വേറെ ഒന്നിനുമില്ല, വിദ്യാഭ്യാസത്തിനുമില്ല. വീട്ടിലെ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കുന്നില്ല. എല്ലാവരും അല്ല, ചില കുട്ടികളിലും ഇനി ഒരു അടിമയായി തന്നെ മാറിയിട്ടുണ്ട്. ഇതാണ് പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടത്. പൊതുജനം പ്രതികരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ ഏദൽ സാറ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ഏദൽ സാറയിലേക്ക് പോകുന്നു. നമസ്കാരം, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം.
നമ്മുടെ നേരത്തെയുള്ള അതിഥി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് ഈ പ്രേക്ഷക പ്രതികരണം കൂടി കണ്ടപ്പോൾ ഓർക്കുകയാണ്, വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ, പക്ഷേ മൊബൈൽ ഫോണുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 24 മണിക്കൂറും ഇതിന് മുന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് നാടൻ ഭാഷയിൽ പറയുന്നത്, അത് കുട്ടികൾ മാത്രമല്ലല്ലോ. കുട്ടികൾക്ക് ഒപ്പം ഇരിക്കേണ്ടവരും അങ്ങനെ തന്നെയാണെന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത്, ലൈക്ക് ഫ്രം മൈ എക്സ്പീരിയൻസ്, വാട്ട് ഐ ഹവ് സീൻ ഇസ് ദർ ആർ നോ ബാഡ് ചിൽഡ്രൻ, ദർ ആർ നോ ബാഡ് പേരൻസ്, ദർ ആർ ഓൺലി റോങ് ടെക്നിക്സ്. പേരന്റിങ് ആൻഡ് ഡിസിപ്ലിനിങ് ടെക്നിക്സ് തെറ്റുമ്പോഴാണ് അത് കുട്ടികളുടെ ബിഹേവിയറിൽ റിഫ്ലക്റ്റ് ചെയ്യണത്. ഓക്കെ, സോ ഓവർ ദ ഇയേഴ്സ് ഒരു 10 വർഷം കൂടുമ്പോൾ ഇറ്റ് ഈസ് വെരി നോർമൽ ടു സീ എ ഷിഫ്റ്റ് ഇൻ ദ വാല്യൂസ് ഓഫ് സൊസൈറ്റി. ബട്ട് ഈ ഇടയ്ക്കായിട്ട് ഇൻ റീസെന്റ് ഇയേഴ്സ് നമ്മൾ ആ ഒരു ചേഞ്ച് ഭയങ്കര ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഷിഫ്റ്റ് ഇൻ ദ സൊസൈറ്റി വാല്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇൻ മൈ വർക്ക് പ്ലേസ്, വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഈസ്, ഒരു കുട്ടികൾ വരുമ്പോൾ വാട്ട് ഐ ആസ്ക് ദം ഈസ് ലോക്ക്ഡൌണിന് മുൻപ് എങ്ങനെയായിരുന്നു, ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോക്ക്ഡൌൺ ഹാസ് എഫക്റ്റഡ് ദം ഇൻ എ വെരി ബാഡ് വേ. അപ്പോൾ ഒത്തിരി കുട്ടികളും ഡിപ്രഷനും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് അവരുടെ ലൈഫിന്റെ ട്രാക്ക് തന്നെ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളിലുള്ള ഡിപ്രഷനും കാര്യങ്ങളും ദേ ബ്രിങ് ഇറ്റ് ഔട്ട് ആസ് ആങ്കർ. there's a lot of children coming with anger issues and all that. അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ലൈക്ക് ഓവർ ദ ഇയേഴ്സ് ഈ ഒരു ചേഞ്ച് എക്സ്പെക്റ്റഡ് ആണ്, ബട്ട് അറ്റ് ദിസ് ടൈം ദ ചേഞ്ചസ് ഹാവ് ആക്സലറേറ്റഡ് ഇൻ എ വെരി എന്താ പറയുക, ഫാസ്റ്റ് ചേഞ്ച് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറിൽ തന്നെ ഇപ്പോൾ പേരന്റിങ്ങിലും ഡിസിപ്ലിനിങ്ങിലും ആണെങ്കിലും വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് അറ്റൻഷൻ, പ്രൊട്ടക്ഷൻ, പാമ്പറിങ്. ഇതൊക്കെ ആവശ്യത്തിനാണോ, ആവശ്യത്തിന് കുറവാണോ, അതോ കൂടുതലാണോ? അപ്പോൾ ആവശ്യത്തിന് ആണെങ്കിൽ ഫൈൻ, ആവശ്യത്തിന് കുറവാകാം, കൂടുതലാകാം. ആ സമയത്താണ് ഇതൊക്കെ കുട്ടികളുടെ ബിഹേവിയേഴ്സിനെ ബാധിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ഡിസിപ്ലിനിങ് ഓൾസോ. ഡിസിപ്ലിനിങ്ങിലും കുട്ടികളുടെ കൂടെ ഉണ്ടാവാനായിട്ട് പേരൻസ് ആർ നോട്ട് ദെയർ ഓൾവേസ്. ഐ എം നോട്ട് ട്രൈങ് ടു ബ്ലെയിം ദ പേരൻസ്, ബിക്കോസ് കാലം മാറി അതിൻ്റെ കൂടെ ഒത്തിരി മാറ്റങ്ങളും വന്നിട്ടുണ്ട്. സോ ആ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ സംഭവം, ലൈക്ക് പ്രളയങ്ങളൊക്കെ വരുമ്പോൾ വി ഓൾവേസ് സേ ദാറ്റ് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ആ നിയമങ്ങളൊക്കെ തെറ്റിക്കുമ്പോഴാണ് ദുരന്തങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. സോ ഫാമിലീസിലും കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാമിലീസിലും ഒത്തിരി ദുരന്തങ്ങൾ വരുന്നത്. ഓവർ ദ ഇയേഴ്സ് ഐ എം സീയിങ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഓൾ ദാറ്റ്, I see that a lot of values are being changed and there are no laws, rules that are being followed in the families. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ ഡിസ്കഷനിൽ there are several reasons that are being given. തീർച്ചയായും ഒരുപാട് കാരണങ്ങളുണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ മനോഭാവം സംബന്ധിച്ച് തന്നെ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ, മലപ്പുറത്ത് നിന്ന് 2 കുട്ടികളെ കാണാതായി എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ വീടുകളിലുള്ള ഈ അച്ഛനമ്മമാരൊക്കെ നെഞ്ചിലൊന്ന് കൈവയ്ക്കും. നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുക, ഇപ്പോൾ കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന ഒരു ഇടം, അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഇനി എങ്ങനെയാണ് ഇവരെ ചേർത്ത് നിർത്തേണ്ടത് എന്ന് ആലോചിക്കുന്ന അച്ഛനമ്മമാരോട് എന്താണ് പറയാനുള്ളത്? അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അച്ഛനമ്മമാരോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഈ ഒരു ഏജിൽ, ചെറിയ പ്രായത്തിൽ ഒരു 10 വയസ്സാണെങ്കിൽ വാട്ട് വി നോർമലി ഡു ഈസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ, അറ്റൻഷൻ, ഗുഡ് സ്ട്രോക്സ്, പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ആവശ്യത്തിന് കൊടുക്കുക. ആൻഡ് ഡിസിപ്ലിൻ ഇസ് എ വെരി ഹ്യൂജ് ഫാക്ടർ. കുട്ടികൾക്ക് റുട്ടീൻ കൊടുക്കുക, റൂൾസ് സെറ്റ് ചെയ്യുക, reinforcement for good behaviors and consequences for bad behaviors. Consequences can be taking away privileges and all that. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. ബട്ട് ഒരു 16 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. ആൻഡ് ഇറ്റ് വിൽ ബി എ വർക്ക് വിത്ത് ദ ചിൽഡ്രൻ. അപ്പോൾ the point that I'm trying to say is that എന്താ പറയുക, ചേഞ്ചസ് വരുത്താന്നുള്ളത് ഇറ്റ്സ് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫോർ ദ പേരൻസ്. ഓക്കെ, ആസ് ടു ഹൗ ടു ഡിസിപ്ലിൻ ആൻഡ് ഹൗ ടു പേരന്റ് ദ ചിൽഡ്രൻ. ഓക്കെ, സോ
ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ഇസ് മോസ്റ്റ് നീഡഡ്. അപ്പോൾ റൂൾസിൽ ഫാമിലീസിൽ റൂൾസ് വേണം. ആ റൂൾസ് ലൈക്ക് വാട്ട് ഈ സോഷ്യൽ മീഡിയാസിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന തെറ്റായിട്ടുള്ള കുറേ ഐഡിയാസ്, ഓക്കെ, ലൈക്ക് ഞാൻ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ലൈക്ക് ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. ആൻഡ് എവറിത്തിങ് ഈസ് ബീങ് നോർമലൈസ്ഡ് നവഡേയ്സ്. എവറിത്തിങ് ഈസ് ബീങ് നോർമലൈസ്ഡ്. ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് ആർ ബീങ് പുട്ട് ഇൻ ടു ദിയർ മൈൻഡ്സ് വിച്ച് ഈസ് ഓക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അതെല്ലാം കുട്ടികളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. ലൈക്ക് ഫ്രീഡം എന്ന് പറയുന്നത്, അവർക്ക് ഫ്രീഡം വേണം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഫ്രീഡം ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് വേണം. ഓക്കെ, ആ ഗൈഡൻസ് പേരൻസ് ഓർ ടീച്ചേഴ്സ് ഷുഡ് ബി ഗിവിങ്. ഓക്കെ, ആ ഒരു സമയത്ത് കുട്ടികളെ ടീച്ചിങ് ദം ഹൗ ടു ബിഹേവ്, അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ഐ തിങ്ക് ബൈ വാട്ട് ഈസ് ബീങ് സെഡ് ഓൺ സോഷ്യൽ മീഡിയ അബൌട്ട് ലൈക്ക് എ ലോട്ട് ഓഫ് ജെൻഡർ ഇക്വാളിറ്റി. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് ഫാമിലീസിനെ ബ്രേക്ക് ചെയ്യുന്നത്. ജെൻഡർ ഇക്വാളിറ്റി, ഫെമിനിസം അണ്ടർസ്റ്റുഡ് ഇൻ ദ റോങ് സെൻസ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയതിന് നന്ദി. നമ്മുടെ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഈ ഒരു ഘട്ടത്തിൽ ഇത് ആവശ്യം തന്നെയായിരുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകൾ, അവരുടെ ആശങ്കകൾ, ഇതൊക്കെ നമ്മൾ മണിക്കൂറുകളോളം ആശങ്കപ്പെട്ട ഒരു രക്ഷിതാക്കളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. അവർക്ക് ആശ്വാസത്തിൻ്റെ വാർത്ത എത്തിയത് വൈകിട്ടാണ്. അപ്പോൾ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. കുട്ടികളെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സംസാരിച്ച അതിഥി കൂടി പറഞ്ഞു വെക്കുന്നത് അക്കാര്യം തന്നെയാണ്. കുട്ടികൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വീടുകളിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ, ഇവരെല്ലാം കുട്ടികൾക്ക് ചുറ്റുമുള്ള ഒരു പരിസരം തന്നെ, ആ പരിസരത്തിൽ ഉൾപ്പെടുന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു അവർ എന്നുള്ളതിൽ ഒരു ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് അതിഥി പറഞ്ഞു വെച്ചത്. ഈ കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുമ്പോഴാണ് കേരളം ഞെട്ടലോടെ ഓർക്കുന്ന ഒരു തിരോധാനത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. 2005 മെയ് 18 വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടി കാണാമറയത്തേക്ക് മാഞ്ഞത്. ആശ്രാമം വാർഡിലെ വീടിനടുത്തുള്ള മൈതാനത്തെ ക്രിക്കറ്റ് കളിക്കിടയിൽ AR രാജുവിൻ്റെയും മിനിയുടെയും മകനായ 7 വയസ്സുകാരൻ രാഹുലിനെ 2005 മെയ് 18 ദുരൂഹമായി കാണാതാവുകയായിരുന്നു. നാട് മുഴുവൻ തെരഞ്ഞിട്ടും രാഹുലിനെ കണ്ടെത്താനായില്ല. കേരള പോലീസിനെയും CBIയെയും കുഴക്കിയ കേസായിരുന്നു 7 വയസ്സുകാരനായ രാഹുലിന്റെ തിരോധാനം. സംസ്ഥാനമൊട്ടാകെ മാധ്യമങ്ങൾ രാഹുലിന്റെ തിരോധാനം ചർച്ച ചെയ്തു. 19 മാസം പോലീസും പിന്നീട് CBIയുടെ കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ യൂണിറ്റുകളും 1.5 പതിറ്റാണ്ട് കാലം അന്വേഷിച്ചിട്ടും രാഹുൽ എവിടെ പോയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. മകൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അമ്മ മിനി. മകനെ കാണാതായ വിഷമത്തിൽ നീറിക്കഴിഞ്ഞിരുന്ന പിതാവ് രാജു 3 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തു. ശരത് എസ് ആ അമ്മയുടെ അടുത്തുനിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കേരളത്തിലെ പ്രസിദ്ധ തിരോധാന കേസുകളിലൊന്നായിരുന്നു ആലപ്പുഴ സ്വദേശി രാഹുലിന്റെ തിരോധാനം. 2005 മെയ് 18 വീടിന് സമീപത്ത് വെച്ച് 7 വയസ്സുള്ളപ്പോൾ രാഹുലിനെ കാണാതായത്. അന്ന് ലോക്കൽ പോലീസും പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റും ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI വരെ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു തുമ്പും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ മകനെ കാണാതായ വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു മാതാപിതാക്കൾ. പിതാവ് ഒരു 3 വർഷം മുൻപ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ഈ തിരോധാന കേസ് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും മകൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അമ്മ മിനി. അമ്മ മിനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്നും രാവിലെ ദൈവത്തെ വിളിച്ച് അമ്പലത്തിൽ പോയി ദൈവത്തെ വിളിച്ചിട്ടാണ് വരുന്നത്. എന്നെങ്കിലും എൻ്റെ കുഞ്ഞ് വരുമെന്ന് പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. CBI അന്വേഷിച്ചു, പോലീസുകാർ അന്വേഷിച്ചു, എല്ലാ അന്വേഷണങ്ങളൊക്കെ നമുക്കിപ്പോൾ അങ്ങ് ഇതായി. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ എവിടെയോ ഉണ്ട്, എന്നെങ്കിലും വരും എന്നൊരു പ്രതീക്ഷയാണ് എനിക്ക്. 7 വയസ്സിലാണ് കാണാതായത്. ഇപ്പോൾ 27 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ രൂപമാറ്റമൊക്കെ തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ. ഈ മെയ് 18 വരുമ്പോഴത്തേക്കും 2005 കാണാതെ പോയി. മെയ് 18 വരുമ്പോൾ 27 വയസ്സാവും. പക്ഷേ നമുക്ക് പോകുമ്പോൾ ഒരു പല്ല് പോലും പോയിട്ടില്ല. ആ ഒരു പ്രായമായിരുന്നു. എങ്കിലും നമ്മൾ ആ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ ഓർക്കും ഇതുപോലെ ഇരിക്കും എൻ്റെ മോൻ, ഇത്രയും കാണും. ഇപ്പം അങ്ങനെ സങ്കല്പിച്ചങ്ങ് ജീവിച്ചു പോവുകയാണ്. എങ്ങനെയായിരുന്നു? കളിക്കുന്നതിനിടയിലായിരുന്നു പെട്ടെന്നാണ് എന്നും പതിവ് പോലെ കളിക്കാൻ പോകണം. അതുപോലെ അന്നും കളിക്കാൻ പോയിട്ട് ഒരു 3:45 മണി തൊട്ട് കൂട്ടുകാർ പറയുന്നുണ്ടോ വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വന്നാൽ പിന്നെ വന്നില്ല. ഞങ്ങൾ ശരിക്കും അന്വേഷണം തുടങ്ങുന്ന ഒരു 5-5:30 ആയപ്പോഴാണ്. അപ്പം തൊട്ട് എല്ലായിടവും അന്വേഷിച്ചു. നമുക്കിങ്ങനെ ഒരു സംഭവം നമ്മുടെ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങൾ
അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ ആദ്യമേ അന്വേഷണം തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഓമനയായിട്ടാണ് വളർന്നത്. കാരണം എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ. അച്ഛൻ വിദേശത്തും ആയതുകൊണ്ട് എല്ലാവരും കൂടെ ലാളിച്ച് വളർത്തിയത്. അവനോട് തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് 7 വയസ്സായാലും അവൻ ഞങ്ങൾക്കൊരു 3 വയസ്സായ കുഞ്ഞായിരുന്നു. ഇങ്ങനെ പല തിരോധാന കേസുകളും വരാറുണ്ട്. പക്ഷേ 20 വർഷമായി നിങ്ങളുടെ മകനെ ഇപ്പോഴും കണ്ടെത്തിയില്ല. ഈ അന്വേഷണ സംഘമൊക്കെ ഇപ്പോഴും എന്താ പറയുക? അന്വേഷണ സംഘം ലാസ്റ്റ് അന്വേഷിച്ച് പോയപ്പം നന്ദകുമാർ സാറ് CBIയുടെ സാറൊക്കെ പറഞ്ഞ് എവിടെയോ കുഞ്ഞുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയേനെ. ഈ കൊണ്ടുപോയിരിക്കുന്നതിൽ ഒരാളാണ്, അതുകൊണ്ട് 2 പേരുണ്ട്. അവർ തമ്മിൽ മത്സരിച്ചെങ്കിലും എന്തെങ്കിലും നമുക്കറിയാം. എന്തായാലും അവരും പറയുന്ന ഒരു ദിവസം കുഞ്ഞ് വരും. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. നമ്മളും അത് ആകാംക്ഷയോടെ ഇരിക്കുവാണ്. കാത്തിരുന്ന് കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ കാണാൻ കൊതിച്ച് അപ്പൂപ്പൻ പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഏത് നേരവും പറച്ചിലായിരുന്നു, എൻ്റെ കുഞ്ഞൊന്ന് വന്നിരുന്നെങ്കിൽ, പുള്ളിക്ക് സുഖമില്ല, വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കാമായിരുന്നു, എൻ്റെ മോനിപ്പോൾ ഇത്രയായി എന്നും പറച്ചില്ല. ആ ടെൻഷൻ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ സമയത്ത് തിരിച്ചു വന്ന് പുള്ളിക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ പുള്ളി ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ ഒരു മോളും മാത്രം ഒറ്റയ്ക്കായി. നമ്മളെല്ലാവരോടും പറഞ്ഞു, 20 വർഷം കൊണ്ട് ഇപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് യാതൊരു അന്വേഷണത്തിന് പുരോഗതിയില്ല. അന്വേഷണം പൂർണ്ണമായി നിലച്ച ഒരവസ്ഥയിലാണ്. പിന്നെ എവിടെങ്കിലും കുഞ്ഞിനെ കണ്ട ആരെങ്കിലും നമ്മളോട് വന്ന് പറയും, ആ ഒരു പ്രതീക്ഷ. മകൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ മിനിയുള്ളത്. 20 വർഷമായി ഇവർ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മുത്തച്ഛനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴും മകൻ മടങ്ങി വരും രൂപമാറ്റത്തിൽ. അതായത് 7 വയസ്സിലാണ് മകൻ പോയത്, ഇന്നിപ്പോൾ 27 വയസ്സായി. മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് പ്രസാദ്, റിപ്പോർട്ടർ ആലപ്പുഴ. തന്റെ മകൻ രാഹുൽ എന്നെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരു അമ്മയെയാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, തിരൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെ ഈ കാണാതാവുമ്പോൾ ആ കുടുംബം, 2 കുടുംബം തിന്ന തീ എത്രയായിരിക്കുമെന്ന് നമുക്കറിയാം. അവരുടെ മനസ്സിലെ ആധി എത്രയായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു അമ്മ ഇത്രയും വർഷം ആ ആധിയും നെഞ്ചിലേറ്റി ജീവിക്കുകയാണ്. തൻ്റെ കുഞ്ഞ് ഇന്ന് വരും, നാളെ വരും എന്ന പ്രതീക്ഷയിലാണ് കഴിയുന്നത്. അതിൽ ആ സ്ത്രീക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾക്ക് നടുക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളോട് സംസാരിച്ചത്. നോക്കൂ, രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങളെക്കുറിച്ച് കേട്ടാൽ, അതിൻ്റെ കണക്കുകളെക്കുറിച്ച് കേട്ടാൽ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഞെട്ടിപ്പോകുന്ന ആ കണക്കുകളിലേക്ക് കൂടി നമുക്ക് വരണം. നമ്മുടെ പ്രതിനിധികൾ ആ കണക്കും വിശദാംശങ്ങളും പങ്കുവയ്ക്കും. രാജ്യത്തും സംസ്ഥാനത്തും കുട്ടികളെ കാണാതായ കണക്കുകളിലേക്ക് വന്നാൽ ആ കണക്കുകൾ പേടിപ്പെടുത്തുന്നതാണ്. രാജ്യത്ത് വർഷം തോറും കണക്കിൽ ആശങ്ക കൂടുകയാണ്. 2019 267 കുട്ടികളെയാണ് രാജ്യത്ത് കാണാതായതെങ്കിൽ 2022 ആയപ്പോൾ കണക്ക് 11,000 കടന്നു. സംസ്ഥാനത്തും സ്ഥിതി ഗുരുതരമാണ്. ഈ വർഷം ജനുവരി വരെ മാത്രം നോക്കിയാൽ 12 പേരെയാണ് കാണാതായിട്ടുള്ളത്. അഖിലശ്രീയും TV പ്രസാദും നൽകും വിവരങ്ങൾ. ആദ്യം അഖിലശ്രീയോട് രാജ്യത്തെ സ്ഥിതി എന്താണെന്ന് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. അഖിലശ്രീ, 2022 11,000-ലധികം കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് പേടിപ്പെടുത്തുന്ന കണക്കാണ്. ഓരോ വർഷവും കാണാതാവുന്ന കുട്ടികളുടെ കണക്ക് എന്താണ് അഖിലശ്രീ? റോഷ്നി, ആഗോളതലത്തിൽ ഇന്ത്യയിൽ പ്രതിവർഷം 96,000-ലധികം കുട്ടികളെ വീതം കാണാതെയാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കണക്ക് ബോധിപ്പിച്ചിരുന്നു. അതായത് 2020 ശേഷം ഇന്ത്യയിൽ കാണാതായ 4 ലക്ഷത്തോളം വരുന്ന കുട്ടികളിൽ 36,000 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നതായിരുന്നു ആ കണക്ക്. ഇതിൽ ഏറ്റവും അധികം കുട്ടികളെ കാണാതെ ആയിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ കണക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ മധ്യപ്രദേശിൽ നിന്ന് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 58,000-ലധികം കുട്ടികളെയാണ് കാണാതെയായത്. എന്നാൽ ഇത്രയും കുട്ടികളിൽ തന്നെ ഏതാണ്ട് 45,000-ഓളം കുട്ടികളെ തിരികെ കണ്ടെത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 3,955 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതായത് ഈ പറഞ്ഞ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ ഈ കാണാതെയാകുന്ന കുട്ടികളിൽ ഒരു ഭൂരിഭാഗം പേരെയും തൊട്ട് തലേ ദിവസമോ അല്ലാതെയൊക്കെ തിരിച്ചു കിട്ടാറുണ്ട്. പക്ഷേ ഇവരിൽ ചില കുട്ടികൾ, അതായത് ഈ 4 ലക്ഷം പേരിൽ 36,000 വരുന്ന കുട്ടികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. 5 വർഷം എന്ന് പറയുമ്പോൾ അവരുടെ രൂപം മാറാം, ശബ്ദം മാറാം, അങ്ങനെ ഒട്ടേറെ വ്യത്യാസങ്ങൾ അവർക്ക് വന്നേക്കാം.
അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക എന്നതും ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ കാണാതെയാകുന്ന കുട്ടികളെ പറ്റി യാതൊന്നും തന്നെ, അതായത് കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഒരു കൃത്യമായ കണക്ക് ബോധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കഴിഞ്ഞ മാസം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് ദ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആപ്പുകളും നിലവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് പശ്ചിമ ബംഗാളിലാണ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികളെ കാണാതെ പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ കുടുംബങ്ങൾക്കിടയിലെ ശിഥിലീകരണം ഒക്കെ തന്നെ ഇതിന് കാരണമാകുന്നുവെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. അതായത് 4 വർഷം കൊണ്ട് മാത്രം 4 ലക്ഷത്തിലധികം കുട്ടികളെ കാണാതെയാകുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതിൽ 36,000 കുട്ടികളെ പറ്റി യാതൊരു ശരിയാണ് അഖിലശ്രീ, ഞെട്ടിക്കുന്ന കണക്കുകളാണെന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരിക തന്നെയാണ്. നമുക്ക് TV പ്രസാദിലേക്ക് കൂടി പോവാം. പ്രസാദ്, രാജ്യത്തെ കണക്കുകളാണ് അഖിലശ്രീ വിവരിച്ചത്. സംസ്ഥാനത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും ഒടുവിലായി നമ്മൾ കുട്ടികളെ കാണാതായ സംഭവം, അതിൽ കുട്ടികളെ കണ്ടെത്തി, പക്ഷേ കാണാമറയത്തു നിൽക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടോ TV പ്രസാദ്? ഉറപ്പായും, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഒരു ഭീതി ഉണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. റോഷിനി, നമുക്ക് 2019 മുതൽ 2024 വരെയുള്ള 6 വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കാം. കോവിഡിൻ്റെ തൊട്ട് മുമ്പ്, അതായത് 2019 260 കുട്ടികൾ, അതിന് പിന്നാലെ 2020 ആ സമയം കോവിഡിൻ്റെ സമയമാണ്, നമുക്കറിയാം 19-20 ആ വർഷം 195 പേരെ മാത്രമാണ് കാണാതായത്. ഭൂരിപക്ഷം ആളുകളും വീട്ടിൽ തന്നെ അടച്ചിരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ആ ഒരു വർഷം അത്രയേറെ കുറവ് വന്നത്. 2020 ആകുമ്പോഴേക്ക് 21 ആകുമ്പോഴേക്ക് ആ 195 എന്നുള്ളത് 2019 ഏതാണ്ട് സമാനമായി 257 എന്നതാണ്. മാത്രമല്ല 2022 279 കുഞ്ഞുങ്ങളെ കാണാതായി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് 2023 191 കുഞ്ഞുങ്ങളെയാണ് കാണാതാവുന്നത്. 2024 ആകുമ്പോഴേക്ക് വീണ്ടും കുറയുകയാണ്, 112 കുഞ്ഞുങ്ങളെ കാണാതാകുന്നു. 2025 ജനുവരി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 12 കുട്ടികളെയാണ് കാണാതാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികളെയും കാണാതാകുന്നത് റോഷ്നി നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ്. അതായത് വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, സ്കൂളിൽ നിന്ന് അധ്യാപകൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒക്കെയാണ് ഈ കാണാതാവലുകളൊക്കെ. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടിണി കൊണ്ടോ ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നാട് വിട്ടു പോകുന്ന കുട്ടികൾ, കാണാതാവുന്ന കുട്ടികൾ കുറവാണ് എന്നുള്ളതാണ്. അപൂർവമെങ്കിലും ഇതിൽ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളെ മുൾമുനയിൽ നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും തത്സമയം തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തതാണ് ആ കൊല്ലത്തെ പെൺകുട്ടിയുടെ കാര്യം. പിന്നീട് എന്തോ ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പക്ഷേ കാണാതാവുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികളും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം. കേരളത്തിലെ കുടുംബങ്ങൾ ഇത്രയേറെ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുമ്പോഴും ആരോഗ്യപരമായി വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോഴും സാമ്പത്തികമായി അത്യാവശ്യം നിലവാരത്തിൽ നിൽക്കുമ്പോഴും ഇത്രയേറെ കുഞ്ഞുങ്ങളെ കാണാതാകുന്നു എന്നുള്ളത് ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കേരള പോലീസ് ആയാലും ആ രീതിയിൽ തന്നെയുള്ള കൃത്യമായ അന്വേഷണം, കൃത്യമായ പഴുതടച്ചുള്ള ക്രമീകരണം എല്ലാം നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾ ചോർന്നു പോകുന്നുണ്ട്. റോഷ്നി, ശരിയാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്, കണക്കുകൾ വിശദീകരിച്ചത്. നോക്കൂ, ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. പേടിപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ഈ കാണാതാവുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ട്, സ്വയം തീരുമാനത്തിൽ ഇറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വീടുകൾക്ക്, കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ രാജ്യത്തെ കണക്കുകളാണ് അഖിലശ്രീ വിവരിച്ചത്. സംസ്ഥാനത്തെ കണക്കുകളാണ് TV പ്രസാദ് വിശദീകരിച്ചത്. 2023 നവംബർ 27 കൊല്ലം ഓയൂർ കോട്ടുമല സ്വദേശി റജി ജോണിന് ആ ദിനം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. 6 വയസ്സുകാരിയായ തന്റെ മകളെ അബിഗേൽ സാറയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ ദിനം. 22 മണിക്കൂറിനകം കുഞ്ഞിനെ തിരികെ ലഭിച്ചു. പക്ഷേ മണിക്കൂറുകൾ ആശങ്കയുടെ നടുക്കായിരുന്നു ആ മാതാപിതാക്കൾ. അബിഗേലിനെ കണ്ടെത്തിയ നിമിഷം കേരളം മുഴുവൻ ആശ്വാസത്തിൽ നെടുവീർപ്പിട്ടു. പക്ഷേ കാത്തിരുന്ന ആ മണിക്കൂറുകൾ ആ കുടുംബത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓയൂർ കോട്ടുമലയിലെ വീട്ടിൽ നിന്നും കേവലം 200 മീറ്റർ ദൂരെ വെച്ചാണ് റെജി ജോണിന്റെ മകൾ അബിഗേൽ സാറ റെജി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്.
കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റപ്പെട്ട അബിഗേൽ ആദ്യം ആവശ്യപ്പെട്ടത് അമ്മയെ ഫോണിൽ വിളിക്കണമെന്നായിരുന്നു. പ്രതിയുടെ ഫോണിൽ നിന്നും കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വന്ന ഒരു കോളാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. തങ്ങൾ മകളെ അത്രയും സ്നേഹിച്ചതുകൊണ്ടാണ് ഒരാപത്ത് വന്നപ്പോൾ ആദ്യം മാതാപിതാക്കളെ വിളിക്കണമെന്ന് മകൾക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വൈഫ് അവരെ ചേർത്ത് നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അവരെ മൊബൈൽ നമ്പർ പഠിപ്പിച്ചു. ആ കാര്യങ്ങൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്. മകളെ തട്ടിക്കൊണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ന്യൂസ് ബസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.